ആ സമയത്ത് ഈ അമ്മയുടെ മനസ്സിൽ ഏത് സ്റ്റെപ്പോരമ്മ അതങ്ങ് എടുക്കണം മക്കളെ. എന്തിനും നമുക്കൊരു കഴിവ് തമ്പരാൻ തരുമ്പോൾ നമ്മളത് മുന്നിൽ കാണിക്കാം, അത് നമ്മളത് മറച്ചു വെക്കരുത്. അപ്പോൾ ഇന്നത് അവതരിപ്പിന്ന് പിള്ളേർക്ക് അതൊരു പുച്ഛാണ്. അയ്യാ തടിക്ക് വേറെ ജോലിയില്ല, അല്ലെങ്കിൽ മക്കള് എല്ലായിടത്തും പോയിരുന്ന അമ്മ വേറെ ജോലിയില്ലാണ്ട്. മക്കളെ ആ കല കളയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും എൻ്റെ മക്കളെൻ്റെ ഒപ്പമുണ്ട്, ഞാൻ സ്ട്രോങ് ആണെന്ന് പറയും. ഒരു 90 വയസ്സായാലും എന്നെ ദൈവം എങ്ങനെ ഇടുകയാണെങ്കിൽ, ശക്തി വരികയാണെങ്കിൽ കേരളം എന്നെ പുറകോട്ട് നോക്കില്ല, മുന്നോട്ട് തന്നെ പോകുള്ളൂ. ഹലോ, വെൽക്കം ടു താടിയും പൊട്ടും ടോക്സ് ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നമ്മുടെ 64-കാരിയായ ലീലാമ്മ എന്ന് പറയുന്ന ഈ ആൻറ്റിയുടെ വീഡിയോ ഒരുപാട് പേര് കൈയടിച്ച് ഏറ്റെടുത്തൊരു സംഭവമാണ്. അതിൻ്റെ മെയിൻ കാരണം ഒരുപാട് ഡാൻസൊക്കെ പ്രായവർ കളിക്കുന്നതൊക്കെ നമ്മൾ, പക്ഷെ ഈ ലീലാൻറ്റി കളിക്കുന്നതല്ല, കറക്റ്റ് മെയ് വഴക്കത്തോടു കൂടി കൊച്ചുകുട്ടികൾ, അതായത് നമ്മൾ നോർമലി ഡാൻസേഴ്സ് കളിക്കുന്ന പോലെ ഓരോരോ സ്റ്റെപ്പ് വൺ ബൈ ആയി ഒരു മറവിയും ഇല്ലാതെ മെയ് വഴക്കത്തോടെ കൂടി കളിക്കാമെന്ന് തന്നെ പറയണം. നമുക്ക് പോലും അസൂയ തോന്നുന്ന തരത്തിലാണ് ഈ ആൻറ്റി കളിക്കുന്നത്. എന്തായാലും നമുക്ക് ആൻറ്റിയുടെ ഈ വീഡിയോയിലേക്ക് നേരെ പോവാം. ആൻറ്റിക്ക് പറയാനുള്ള വാക്കുകളിലേക്കും പോവാം. ആയിക്കോട്ടെ മക്കളെ, അതൊരു സന്തോഷമല്ലേ. നമ്മുടെ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന കലകളായിട്ട് ചെയ്യുക. അത് വീട്ടിൻ്റെ ഉള്ളിൽ ഒതുക്കി കൂട്ടാനുള്ളതല്ല. എത്ര പ്രായമായാലും നമ്മുടെ ഉള്ളിൽ കലയുണ്ട്, അത് കാണിക്കണം, നമുക്ക് ആടണം. ഒരാഗ്രഹം നമ്മൾ മറ്റുള്ള പിള്ളേർ എനിക്കൊന്ന് ആടാൻ സാധിക്കും, പക്ഷെ ഉള്ളിലത് വരുമ്പോൾ അത് ചെയ്യാൻ ആഗ്രഹം തോന്നും, അതങ്ങോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്തെങ്കിലും പഴയ പാട്ട് കേൾക്കുമ്പോൾ ഞാനത് നോക്കി നിൽക്കും, ടി വിയിലോട്ട് നോക്കും. എൻ്റെ അടുക്കള പണി ചെയ്യുമ്പോൾ ഏതോ കറി കിടക്കുമ്പോഴോ അതിന് ചോറ് ഉച്ചപ്പോഴോ അത് വെച്ചിട്ട് വേഗം വാർത്തിട്ട് ടി വിയിലോട്ട് ഓടിയോ നോക്കും, ഏതാ പാട്ടിന്നൊക്കെ. പഴയ പാട്ടിനോട് ആഗ്രഹം. അപ്പോൾ ഒന്നുകൂടി നല്ല സ്പീഡുള്ള പാട്ടൊക്കെ ഭയങ്കര സന്തോഷമാണ്. അത് തരുമ്പോഴൊരു ഉറങ്ങിയ സൈസായിട്ട് ഒരു സൗകര്യമില്ലോ. പിന്നെ പറഞ്ഞാൽ പതുക്കായിട്ട് എടുക്കുക, സ്പീഡായിട്ട് എടുക്കുക. അപ്പോൾ എന്നെ സ്റ്റെപ്പൊന്നുമില്ല. ആ സമയത്ത് ഈ അമ്മയുടെ മനസ്സിൽ ഏത് സ്റ്റെപ്പോരമ്മ അതങ്ങ് എടുക്കണം മക്കളെ. സ്റ്റെപ്പുകളൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? അങ്ങനെ പ്രത്യേകിച്ചായിട്ടൊന്നും ഇല്ല. എങ്ങനെ കുറേ സിനിമ കാണും, അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കും. പിന്നെ പിള്ളേരൊക്കെ മക്കളെ കാണുമ്പോൾ അമ്മ അങ്ങനെ അടിക്കാൻ വന്നാൽ ഞാൻ ഇങ്ങനെ അടിക്കുക ഇല്ല, അന്ന് അമ്മ ഇങ്ങനെ സ്റ്റെപ്പ് എടുക്കട്ടെ, ആയിക്കോട്ടെ എന്ന് പറയും. അപ്പം ഞാൻ ആ സ്റ്റെപ്പ് എടുത്ത് കാണിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര മെയ് വഴക്കമാണല്ലോ. ശരീരമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട്. ആയിക്കോട്ടെ. പിന്നെ ഭയങ്കര പ്രാക്ടീസ് ഉള്ള പോലെ ആണല്ലോ. പ്രാക്ടീസ് നമ്മൾ ഒരു ഉദ്ദേശം മിടുക്കാനുള്ളൊരു പ്രാക്ടീസായിട്ട്. എന്തിനും നമുക്കൊരു കഴിവ് തമ്പരാൻ തരുമ്പോൾ നമ്മളത് മുന്നിൽ കാണിക്കാം, അത് നമ്മളത് മറച്ചു വെക്കരുത്. പിന്നെ ഓരോ കാരണന്മാർ ഇപ്പോഴും ഓരോരോ അമ്മച്ചന്മാർ ഉള്ളിലുണ്ട്. അവരുള്ളിൽ കലയുണ്ട്, പഴയ കലയായാലും അവരുടെ ഉള്ളിലുണ്ട്. ഒരു നാടൻ പാട്ടായാലും ഒരു പാടത്ത് ഞാറ് നടാൻ പോലും അവിടെ ഉണ്ടൊരു പാട്ട്, അവിടെ അതൊരു കഥയല്ലേ. അപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത് അവതരിപ്പിന്ന് പിള്ളേർക്ക് അതൊരു പുച്ഛാണ്. ആ തള്ളമാർ ഒരു നാടൻ പാട്ട് പാടുന്നത്, ഒരു ഓണക്കളി പാട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു ഞാറ് നടാൻ പോകുമ്പോൾ പാട്ടുണ്ടോ? ഇല്ല. നല്ല ഇത്തരം വേലകളായി, അത് രക്ഷയില്ല. അപ്പം അതുകൊണ്ട് ആ പാട്ടൊക്കെ അവരുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഇന്ന് അവർക്കത് അവതരിപ്പിക്കാനും ഇങ്ങനെ വരുത്താനൊക്കെ എന്തൊരാഗ്രഹം ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ ആ നാട്ടുകാർ ആ തടിക്ക് വേറെ ജോലിയില്ല, അല്ലെങ്കിൽ മക്കൾ എല്ലായിടത്തും പോയിരുന്ന അമ്മ വേറെ ജോലിയില്ലാണ്ട് അവരെ കാലായാലും ഒതുങ്ങാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? മക്കളെ നിഷേധിച്ച് അവർ പോകില്ല. അവർ ശരി മക്കളെ അതുങ്ങളും ഒരു മൂലങ്ങൾ ഒതുങ്ങി കൂടും. പക്ഷെ ഉള്ളിൽ നല്ല വേദനയുണ്ട്. മോനെ ഞങ്ങൾ പാടത്തൊക്കെ കൊയ്യാൻ പോകുമ്പോൾ എന്തെല്ലാം പാട്ടുകളാ, ഏലേലം പാടൊക്കെ പാടി എത്ര പാട്ടുകൾ പാടി. പിന്നെ നമ്മളൊരു എന്തൊരു കാര്യത്തിനാണ് നീങ്ങുമ്പോൾ അത് ഓണക്കളി കയ്യൂട്ടിപ്പാട്ടുണ്ട്. ഇന്ന് ഏത് മക്കളാന്ന് ഇന്ന് ഫോണിൽ കൂടെയാണ് അവരുടെ ഓണക്കളിയും സദ്യയും പാട്ടും ഡാൻസും ഓണക്കയിലാണ്. പക്ഷെ കാരണന്മാർ കൂടി നേരം ഓണക്കളി ആടുമ്പോൾ എന്തൊരു അഴകായതിന്, എന്തൊരു രസം അത് കാണാൻ. പക്ഷെ അതിനാരും അത് ശ്രദ്ധിക്കാൻ നിൽക്കൂല. ഫോൺ നോക്കുമ്പോൾ അവർ ടാറ്റ മക്കളോട് പറയുമ്പോൾ ഒരു മുത്തശ്ശിയായാലും അമ്മമാരായാലും മക്കളെ പോകുന്ന പറയും, ഫോണിൽ ശരി പൊക്കോ ശരി ടാറ്റ. എവിടെ അവർക്ക് അമ്മമാരെ നോക്കാൻ നേരമില്ല, അമ്മമാരെ നോക്കാൻ നേരമില്ല, ഈ ഫോണിലായിരിക്കും അവരുടെ ജീവിതം. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് ആ കാലഘട്ടമായി. പക്ഷെ ഞാൻ അതിനോട് ആഗ്രഹിക്കില്ല, അതിനോട് ചോദിക്കണമില്ല. എൻ്റെ മക്കളാണ് എൻ്റെ പിന്തുണ. അവരൊരമ്മ ചെയ്ത അമ്മ ആടിക്കോളാൻ പറയും, ഞാൻ ആടും. അപ്പം ഇങ്ങനെ കുറേ കല്യാണ ആവശ്യങ്ങൾക്ക് വൃത്തലാവശ്യം പോകുമ്പോൾ സ്റ്റേജ് കിട്ടുമ്പോൾ അമ്മ കാരണമുണ്ടായിരിക്കും ആ മക്കളെന്ന് പറയും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടെ ഞാനങ്ങോട്ട് ആടും. അത്രേ ഉള്ളൂ മോനെ. ഇത് എത്രാമത്തെ തവണയാണ് ഈ ഡാൻസ് കളിക്കുന്നത്? ഈ ഡാൻസ് ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ കല്യാണത്തിൽ പോയപ്പോഴാണ്. പിന്നെ അല്ലാണ്ട് ഞങ്ങളുടെ എൻ്റെ ആൾക്കാരൊക്കെ കൊടുക്കും, അങ്ങനെയൊക്കെ ആടും. അത്ര തന്നെ. എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്.
ഞാൻ പഠിച്ചിട്ടില്ല, സാക്ഷരതയാണ്. ഈ പ്രായ ആൾക്കാർക്ക് ഒരു സാക്ഷരത എടുക്കലുണ്ടല്ലോ, അതിൽ കുറച്ച് വായിച്ചു തന്നു. മക്കളൊക്കെ ചിരിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് എഴുത്തന്ന് അതിൽ ഒരു ദൈവത്തിൻ്റെ അറിവുകൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യാനും കുറച്ച് ചെറിയ പുസ്തകമൊക്കെ വായിക്കാനൊക്കെ പഠിച്ച്. അതുകൊണ്ട് ഭാഗ്യമായി. അങ്ങനെ പഠിത്തങ്ങളൊന്നുമില്ല. ആദ്യം ഡാൻസ് കളിച്ചവിടെ? ആദ്യം ഡാൻസ് കളിച്ചത് നമ്മുടെ ഭാഗങ്ങളിൽ നമ്മുടെ വീട്ടിലൊക്കെ നിന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞോ? കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാവുമല്ലോ. എൻ്റെ അമ്മ വിചാരിച്ചിരിക്കാൻ പറയും. എൻ്റെ മക്കൾ പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്നല്ലേ ഈ പ്രായമായിട്ട് എന്താ മക്കളെ, ആ കല കളയുമല്ലോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും എൻ്റെ മക്കൾ എൻ്റെ ഒപ്പമുണ്ട്, ഞാൻ സ്ട്രോങ് ആന്ന് പറയും. എന്നാ അടിക്കാം. അപ്പം അവർക്ക് വലിയവാള് മോശമില്ലല്ലോ, ഇതാണ് തകർപ്പല്ലേ, അന്ന് ഞങ്ങളും ഉണ്ട് കുറയ്ക്കായിരിക്കോ. അപ്പം അവർക്കൊരു ഉഷാറായി. അവരെ കൂടെ ആടും, അപ്പം ഞാനും അവരെ പാടും. അത്ര തന്നെ, അല്ലാണ്ട് ഒന്നും പ്രത്യേകിച്ച്. സാധാരണ ഇപ്പൊ ഈ എന്ത് മോട്ടിവേഷൻ തരുന്ന വാക്കുകളാണല്ലേ ലീലാൻറ്റിയുടെ. ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇപ്പോൾ മക്കൾ കുറച്ചൊക്കെ ഒന്ന് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡാൻസ് പാടുമോ, നല്ലൊരു ഡ്രസ്സ് ഇടുകയോ, അല്ലെങ്കിൽ പാട്ട് കളിക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചാടി തുള്ളി മറയുകയൊക്കെ ചെയ്യുമ്പോൾ വയസ്സായില്ലേ തള്ള ഒരു സൈഡിൽ ഇരുന്ന്, തള്ളക്ക് വേറെ പണിയില്ലേ, അല്ലെങ്കിൽ നാണാവില്ലേ ഇവർക്ക് ഇങ്ങനെ ചെയ്യാം, മക്കൾ വളർന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന, മനസ്സിൽ കരുതൊക്കെ ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെയുള്ള മറുപടിയാണ് ഈ ലീലാൻറ്റി കൊടുക്കുന്നത്. കാരണം കലയ്ക്കോ അല്ലെങ്കിൽ കലാകാരന്മാർക്കോ വയസ്സോ പ്രായമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ തോന്നുന്നു അത് നമ്മൾ ചെയ്യുക. നമുക്ക് തന്നിട്ടുള്ളൊരു അനുഗ്രഹമാണ് ഈ ജീവിതം. ഇന്നാണ് ജീവിതം, നാളെയല്ല, ഇന്നലെ കഴിഞ്ഞതും അല്ല, ഇന്നാണ്. ഇന്ന് ഡാൻസ് കളിക്കാൻ തോന്നിയാൽ നമ്മൾ കളിക്കുക. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ പേഴ്സണലി. ഇന്ന് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ചെയ്യും. ചാടി മടയും തുള്ളലും ഒക്കെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ലീലാൻറ്റി പറയുന്നുണ്ട്, ഇപ്പം ഒരുപക്ഷെ മക്കളെ സപ്പോർട്ട് വയസ്സായില്ല, അവിടെ ഒതുങ്ങിയിരിക്കും, ഇതിനൊന്നും പോകണ്ട, ആൾക്കാരെന്ത് പറയും, മറ്റുള്ളവർ ഈ ആൾക്കാർ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ ജീവിതം കട്ടപ്പോക. അവർ മറ്റുള്ളവരുടെ വിചാരയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നവരാണെന്നാണ് അതിനർത്ഥം. പക്ഷെ നമ്മളൊന്നും അങ്ങനെയല്ല. ലീലാൻറ്റി പറയുന്ന പോലെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. കാരണം മറ്റുള്ള ആരും എന്ത് വിചാരിച്ചാലും നമുക്ക് വിഷയമല്ല. കാരണം ഇത് നമ്മുടെ ജീവിതമാണ്. അതെങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് നമ്മുടെ മാത്രം തീരുമാനമാണ്. അപ്പോൾ എല്ലാവരും ഈ ലീലാൻറ്റി പറഞ്ഞ വാക്കുകൾ വളരെ പോസിറ്റീവായിട്ട് ലൈഫിൽ കിട്ടുക. ഇപ്പോഴും അടുക്കളയിൽ ഡാൻസും പാട്ടും ഒരുപാട് കലകളും സ്പോർട്സും ഒക്കെ അറിഞ്ഞ് അതിലൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ വളർന്നൊക്കെ അവരെ നോക്കാനൊക്കെ ഇരുന്ന് പിന്നീട് ആ കലകളെല്ലാം അടുക്കളയിൽ തീർന്നു പോയ ഒരുപാട് സ്ത്രീകളുണ്ടാവും. കുഴിയിൽ മണ്ണടിഞ്ഞു പോയവരുണ്ടാവും. അതെല്ലാം ഇനി ആർക്കിനി ഉണ്ടാവരുത്. നിങ്ങളുടെ കഴിവുകൾ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇപ്പൊ അവരവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാമുകളിൽ ഗെറ്റ് ടുഗദറിലൊക്കെ ഡാൻസ് പാട്ടൊക്കെ കളിക്കുമ്പോൾ കൂടെ കളിക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോയോ അല്ലെങ്കിൽ ഒരു കല്യാണ പാർട്ടി ഫംഗ്ഷനൊക്കെ ഒരു സ്റ്റേജ് കിട്ടിയാലും കൂടെ കളിക്കുക. ചെറുമക്കളുടെ കൂടെയാവും, മക്കളുടെ കൂടെയാവും, മരുമക്കളുടെ കൂടെയാവും, അടുത്തുള്ള വീട്ടിലുള്ളവരുടെ കൂടെ, ആരുടെ എങ്ങനെയാണെങ്കിൽ കിട്ടുന്ന അവസരങ്ങളെല്ലാം എൻജോയ് ചെയ്യുക. നമ്മുടെ ഒരു സ്റ്റെപ്പ്, നമ്മുടെ ഒരു മൂവ്മെന്റ് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യണം. എന്താ പറയാ, എന്ത് ചുറുചുറുക്കോടുകൂടിയാണ് നമ്മുടെ ലീലാമ്മച്ചി ഇതൊക്കെ പറയണേ അല്ലെ. ഇനി നമ്മുടെ ലീലാൻറ്റിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്തെടുത്തിട്ട് മകനെ നിങ്ങൾ മലയാളികൾ ആരും മറക്കാൻ വഴിയില്ല. അവൈ സന്തോഷ്, അതായത് നമ്മുടെ മിമിക്രി കലാകാരന്മാരിലുള്ള ഒരാളാണ്. ഈ കാല് കമലഹാസന്റെ പോലെ മുട്ടും മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് പുതുമ പിള്ളക്ക് ആ പാട്ട് ചെയ്യാറുള്ള അവൈ സന്തോഷ്. ആ വൈഷൺമുഖി ടങ് 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 സാരി എടുത്തിട്ട് അതും ചെയ്യാറുണ്ട്. അപ്പൊ അവൈ സന്തോഷ് എന്നാണ് ഈ ആന്റിയുടെ മകന്റെ പേര്. അപ്പോൾ ആ മകനാണ് ഇത് ആ ഫംഗ്ഷന് ഡാൻസ് കളിക്കുമ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. അപ്പൊ നമുക്ക് സന്തോഷിന്റെ ബാക്കിയിരിക്കും. അമ്മക്ക് ഡാൻസ് ഇങ്ങനെയുള്ളൊരു ഇതുണ്ട്. ഞങ്ങൾ ഇവിടെ ആയാലും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എപ്പോഴും. ഇപ്പം നമ്മളിതുപോലെ നമ്മുടെ കസിൻ്റെ തന്നെ ഓരോ ഫംഗ്ഷൻ, ഇതുപോലെ ബർത്ത്ഡേയോ അല്ലെ മാരേജ് ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഫാമിലി എല്ലാം ഉണ്ടാവും. കാരണം ഒരു 10 മണി തൊട്ട് ഒരു പുലർച്ചെ 2 മണി വരെ ഡാൻസ് ബഹളമായിരിക്കുള്ളൂ. അപ്പോൾ ഇതൊരു അമ്മയ്ക്ക് ഒരു സമയങ്ങൾ കൊടുക്കും, അമ്മേനെ അങ്ങോട്ട് കയറ്റിവിടും, അമ്മ അങ്ങോട്ട് കളിക്കും, പൊളിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ പുറത്തുള്ളൊരു ഇപ്പോൾ ഒരു അകന്ന ഒരു ഫാമിലിക്ക് അവരുടെ അടുത്ത് പോകുമ്പോൾ അവരുടെ പുറത്തുള്ള ആൾക്കാരെ ഒന്ന് കാണുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാ. അപ്പോൾ ഈ മിനിയാന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, കല്യാണത്തിൻ്റെ അന്നാണ് ഈ സാധനം ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പം അമ്മ കളിച്ചോണ്ട് ഞാൻ പറഞ്ഞിങ്ങനെ വെറുതെ ഞാൻ കളിച്ചത് അവിടെ, കാരണം അവിടെ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഡാൻസ് കളിച്ച്, പിന്നെ നമ്മുടെ പെങ്ങടമ്മ പാട്ട് പാടി. അതിന് പറയാൻ പറഞ്ഞ അമ്മ അവർ ഡാൻസ് കളിച്ചാൽ പറഞ്ഞു.
അങ്ങോട്ട് കയറി പൊളിച്ചടിക്കുക അവിടെ. ഒറ്റ ഡാൻസ് കൊണ്ട് ജനങ്ങൾ മൊത്തം തിങ്ങി അവിടെ. കാരണം അവിടെ നാട്ടുകാരെ വന്നു. അപ്പം ആ സമയത്ത് ഞാനൊന്ന് ഷൂട്ട് ചെയ്തു. അങ്ങനെ അങ്ങനെ ഇട്ടതാണ് ഇപ്പോൾ ഇത് സംഭവം അങ്ങനെ ആയത്. അമ്മ ആദ്യമായിട്ട് എവിടെയാണ് ഒരു വേദിയിൽ കളിക്കുന്നത്? അത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അമ്മയുടെ ചെറുപ്പം മുതലൊക്കെ തുള്ളിച്ചാളിൽ നടന്നുകൊണ്ടിരുന്നതാണ്. ചെറുതായിട്ടൊക്കെ കളിക്കുമായിരുന്നു. പിന്നെ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങളൊക്കെ പിന്നെ സ്കൂളിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു ഓർമ്മയിലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കളിക്കുക. ഇവിടെ കിടന്ന് വീട്ടിൽ നിന്ന് ഡാൻസ് കളിക്കും. അപ്പുറമുള്ളപ്പോഴാണ് ഞങ്ങൾ വെറുതെ കളിക്കും, പാട്ടൊക്കെ പാടി അഭിനയിക്കും, അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ചെയ്യും. അപ്പം ആ ഒരു ബ്ലഡിൽ ഇച്ചിരി കലയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അതാണ് വന്നേക്കണത്. സന്തോഷ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ കോട്ടയം നസറിൻ്റെ കൂടെ അക്കയുടെ കൂടെ ആയിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് നാദർഷക്കയുടെ കൂടെ. അങ്ങനെ അവരോട് തന്നെയാണ് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ സാമ്രാജ്യ സാറ്, മണിച്ചേട്ടൻ, കലാമണിച്ചേട്ടൻ അവരോടൊക്കെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സകല രാജ്യങ്ങളും പോയി. ഇനിയിപ്പോൾ പോകാനുള്ള ചൈനയും ജപ്പാനൊക്കെ ഉള്ളതുള്ളൂ. ബാക്കിയെല്ലാം അമേരിക്ക, ആഫ്രിക്കയൊക്കെ പോയി. സന്തോഷം എന്നുള്ള പേരെങ്ങനെയാണ് വന്നത്? അത് കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാവരും പറഞ്ഞ അങ്ങനെയാണ്. എൻ്റെ ഒരു അറിവിൽ ഞാനാണ് അഭയ് ഷൺമുഖി ഡാൻസ് കളിക്കണത് സ്റ്റേജിൽ. ഡൂപ്പായിട്ട് കമൽഹാസൻ സാറിൻ്റെ ഡൂപ്പായിട്ട് ചെയ്യണത്. കാരണം അത് ആ ഒരു ഡാൻസ് കൊണ്ടാണ്. അതും പിന്നെ അപൂർവ സഹോദരങ്ങളിലെ ആ ഒരു കുള്ളൻ്റെ ഡാൻസ് ഉണ്ട്. അത് രണ്ടുമാണ് ചെയ്യണത്. ആ ഡാൻസ് രണ്ടും ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നാഷിക്കയുടെ കൂടെയും നസീർക്കയുടെ കൂടെ ഒക്കെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അവർ കൊണ്ടുപോയി തന്നെ. അപ്പോൾ ഈ അഭയ് സന്തോഷ് എന്ന കലാകാരൻ്റെ അമ്മയാണ്. അപ്പോൾ ആ കലാകാരന് ആ കല കിട്ടിയത് ഈ അമ്മയിൽ നിന്നാണ്. അമ്മയ്ക്ക് ചെറുപ്പത്തിൽ ഇതുപോലെ തുള്ളിച്ചാടിയൊക്കെ കിടന്ന് നടന്നിരുന്നതാണ് ആ കല. വീടിനകത്ത് മകനും മരുമകളും പേരക്കുട്ടികളും ബന്ധുക്കളും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പക്ഷെ പുറത്ത് അടുത്തുള്ളവർക്കൊക്കെ അറിയാം ഇങ്ങനെ ഓരോ ഫംഗ്ഷനൊക്കെ കളിക്കുന്നത്. പക്ഷെ ഇത്രയും ലോകം മുഴുവൻ അറിഞ്ഞത് ഇപ്പോൾ ഈ ഒരു വീഡിയോ വൈറലായപ്പോഴാണ്. ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും. നമുക്ക് സപ്പോർട്ട്, എല്ലാവർക്കും സപ്പോർട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ ഫുൾ ഓൺ എനർജിയായി പവറായി വീണ്ടും വീണ്ടും നമുക്ക് ഇതിലേക്ക് ഇൻട്രസ്റ്റഡും ഒക്കെ ആവുക. അപ്പോൾ കലയ്ക്ക് ഒരു പ്രായമില്ല. അത് ഡാൻസോ പാട്ടോ തുള്ളിച്ചാട്ടോ നമ്മുടെ ക്യാരക്ടറോ ഒന്നും ഒരു പ്രായം അനുസരിച്ച് മാറ്റേണ്ടതായിട്ടൊന്നുമില്ല. എന്താ പറയാ, ലീലാമ്മ തകർത്ത അടിയിക്കാണ് ആഗ്രഹം ഇതിലൂടെ തന്നെ നീങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈ കല തന്നെ നീങ്ങണം. അല്ല നമുക്ക് വേറെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കും. എവിടെയോ കേട്ടു സിനിമയിലൊക്കെ അഭിനയിക്കണമെന്ന്. അതിങ്ങനെ മോനോട് വിളിച്ച് പറയണ്ടായിരുന്നു, ഇങ്ങനെ സിനിമയുടെ ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പം ആയിക്കോട്ടെ മോനെ, നമുക്കൊരു ഭാഗ്യം ദൈവം തരികയാണെങ്കിൽ അത് അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. എന്ത് പോസിറ്റീവായിട്ടുള്ള വീഡിയോ അല്ലെ. ആൻറ്റി കളിക്കിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒപ്പം നിന്ന് തുള്ളിച്ചാടാൻ തോന്നും, അതിനൊപ്പം കൂടെ നിന്ന് കളിക്കാൻ തോന്നാം. അപ്പൊ അടിപൊളിയാണ്. അപ്പൊ വയസ്സായതാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് ഒരു മുക്കിലിരിക്കി, ഒരു നല്ല വസ്ത്രം ഇട്ടാൽ പോലും, നന്നായി ഒന്ന് ഒരുങ്ങിയാൽ പോലും, ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ടാൽ പോലും നിങ്ങളുടെ മക്കൾ വലുതായില്ലേ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്കും, ഈ പ്രായത്തിൽ എന്തിനിങ്ങനെ ഡാൻസ് കളിച്ചിട്ടുണ്ട് നാണാവില്ലേ എന്ന് പറയുന്ന ഒരാൾക്കും, അവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഈ 64 വയസ്സെത്തി നിൽക്കുന്ന ഈ ലീലാൻറ്റി. അപ്പോൾ എന്താ പറയുക, എല്ലാവരും അവരവരുടെ മനസ്സിലെ കലകളും എല്ലാം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് തുറന്ന് വിടുക, കളിക്കുക, അടിച്ച് പൊളിക്കുക. മനസ്സിലെ സന്തോഷം എല്ലാം ദുഃഖമൊക്കെ നമുക്ക് തന്നെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക. എല്ലാം സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം നമ്മുടെ കയ്യിൽ തന്നെയാണ്. സങ്കടപ്പെട്ട് ഇരിക്കാൻ തന്നെയാണ് വിചാരിക്കണമെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് പോവും. സന്തോഷിക്കണോ, നിങ്ങൾക്ക് ഇഷ്ടം പാട്ട് വെച്ച് ഡാൻസ് കളിക്കാനാണോ, പാട്ട് വെച്ച് അടിച്ചു പൊളിക്കാനാണോ, അല്ലെങ്കിൽ തുള്ളി ചാടാനാണോ, ഓളിടാനാണോ, ഒക്കെ നിങ്ങളുടെ കയ്യിലായിരിക്കണേ. അപ്പൊ എല്ലാവരും വൈബായി പവറായി ലീലാൻറ്റിയുടെ പോലെ തന്നെ മുന്നോട്ട് പോകും. അപ്പൊ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ കമന്റ് ഇതിൽ രേഖപ്പെടുത്തുക. അപ്പൊ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് കാണാം. താടിയും പൊട്ടും ടോക്ക്. ബൈ.